നാട്ടിലെത്തിയ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഇന്ന്. നാട്ടിലെത്തുന്നതിന് മുൻപ് തന്നെ വരണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന സ്ഥലങ്ങളിലൊന്നാണ് മലരിക്കലിലെ ആമ്പൽത്തോട്ടത്തിൽ കേട്ടോ. കാരണം എപ്പോഴും അവിടെ മലരിക്കലിൽ നമുക്ക് ആമ്പൽത്തോട്ടം കാണാൻ പറ്റത്തില്ല. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് ഇവിടെ ആമ്പൽപ്പൂക്കൾ ഉണ്ടാകുന്നത്. അല്ലാത്ത സമയത്ത് അവിടെ വെള്ളവും പാടശേഖരങ്ങളും ഒക്കെ ആയിരിക്കും കേട്ടോ. അപ്പം ഞങ്ങൾ ഇത്തവണ വന്ന സമയം കറക്റ്റ് ആയതുകൊണ്ടും ഇനി നമുക്കിങ്ങനെ ഒരു ചാൻസ് കിട്ടത്തില്ലായിരിക്കും എന്ന് നല്ലപോലെ അറിയാവുന്നതുകൊണ്ട് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ സീസൺ കഴിഞ്ഞ് പോകുന്നതിന് മുൻപ് തന്നെ പെട്ടെന്ന് തന്നെ പോകാമല്ലോ എന്ന് ഓർത്തിട്ടാണ് വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ നമ്മൾ അങ്ങോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുന്നതിൻ്റെ തലേ ദിവസം തന്നെ അവിടുത്തെ 1-2 ആൾക്കാരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് രാവിലെ നേരത്തെ തന്നെ എത്തണം. ഒരു 6 മണിയാകുമ്പോൾ എത്തുമ്പോഴാണെങ്കിൽ അന്നേരം തന്നെ വള്ളങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. എന്നിട്ട് ഒരു 10 മണിക്ക് മുൻപ് തന്നെ നമ്മളിത് ഫിനിഷ് ചെയ്യണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഈ പൂക്കളെല്ലാം കൂമ്പിപ്പോകും. രാത്രിയിൽ മാത്രം വിടർന്ന് നിൽക്കുന്ന പൂവാണ് കേട്ടോ ആമ്പൽപ്പൂവ്. ഒരു സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വെയിലിൻ്റെ കാഠിന്യം കൂടുമ്പോഴേക്കും ആമ്പൽപ്പൂക്കൾ ഇങ്ങനെ കൂമ്പി തുടങ്ങും. അപ്പോൾ കാണാൻ ഭംഗിയുണ്ടാവില്ല. അപ്പം നേരത്തെ തന്നെ നിങ്ങൾ എത്താനായിട്ട് ശ്രമിക്കണം. കോട്ടയം ടൗണിൽ നിന്ന് ഏകദേശം 12 കിലോമീറ്ററാണ് കേട്ടോ ഈ മലരിക്കൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ളത്. കോട്ടയത്തിനും കുമരകത്തിനും നടുക്കായിട്ടാണ് മലരിക്കലുള്ളത്. ഞങ്ങൾ രാവിലെ 6 മണിയായപ്പോൾ തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ ആദ്യത്തെ ഫസ്റ്റ് വള്ളത്തിലാണ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത്. തിങ്കളാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ഏകദേശം 45 മിനിറ്റ് 1 മണിക്കൂർ വള്ളം തുഴഞ്ഞിട്ടാണ് അവർ നമ്മളെ ഈ ആമ്പൽപ്പൂക്കൾ കാണാനായിട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ. ഉള്ളിലോട്ട് പോകും തോറും ആമ്പൽപ്പൂക്കൾ ഒരുപാട് കാണാൻ സാധിക്കും. ഒരു പിങ്ക് പരവതാനി വിരിച്ച പോലെ ആട്ടോ നമുക്ക് തോന്നുക. ഒരുപാട് ഭംഗിയാണ്. ഇടയ്ക്കൊക്കെ കുറച്ച് വെള്ള ആമ്പൽപ്പൂക്കളും കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തുമാത്രം ആമ്പൽപ്പൂക്കൾ വേണേൽ പറിക്കുകയും ചെയ്യാം കേട്ടോ. അതിനൊന്നും ഒരു പൈസ പോലും അവർ വാങ്ങുന്നില്ല. നിങ്ങൾക്ക് ആമ്പൽപ്പൂക്കൾ പറിക്കാം, അത് വീട്ടിലോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം കേട്ടോ. എല്ലാ വർഷവും മാർച്ച് മാസം ആകുമ്പോഴേക്കും ഇവിടുത്തെ കൊയ്ത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അതിനുശേഷം ഇവരിവിടെ വെള്ളം കയറ്റുവാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോഴേക്കും അടിയിലുള്ള ആമ്പൽ വിത്തുകൾ മുളച്ചിട്ടാണ് ഒരു സെപ്റ്റംബർ ഓഗസ്റ്റ് മാസം ആകുമ്പോഴേക്കും ഇവിടെ ആമ്പൽപ്പാടങ്ങൾ ഉണ്ടാകുന്നത്. സെപ്റ്റംബർ അവസാനം ആകുമ്പോഴേക്കും ഇവർ വീണ്ടും ഈ ആമ്പലെല്ലാം പറിച്ച് കളഞ്ഞിട്ട് അടുത്ത കൊയ്ത്തിനുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുവാണ് കേട്ടോ ചെയ്യുന്നത്. കോട്ടയം ജില്ലയിലെ തിരുവാർപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഈ മലരിക്കൽ സ്ഥിതി ചെയ്യുന്നത്. 800-നും 1000 ഏക്കറിനും മുകളിലായിട്ട് വരുന്ന പാടശേഖരങ്ങളിലാണ് ഈ ആമ്പൽപ്പൂക്കൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു വലിയ പാടശേഖരം തന്നെ മുഴുവൻ ആമ്പൽപ്പൂക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. മലരിക്കൽ എത്താറാകുമ്പോഴേക്കും തന്നെ നിങ്ങൾക്ക് റോഡ് സൈഡിലെല്ലാം ആളുകൾ നിങ്ങളെ ക്യാൻവാസ് ചെയ്യാനായിട്ട് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും കേട്ടോ. വള്ളമുണ്ട്, കൊണ്ടുപോകാം, ഇത്ര റേറ്റൊക്കെ പറഞ്ഞിട്ട്. ഞങ്ങൾക്ക് ഓൾറെഡി ഒരാളെ അവിടെ അറിയാവുന്നത് കൊണ്ട് ആളെ കോൺടാക്ട് ചെയ്തിട്ട് ആ ചേട്ടനാണ് കേട്ടോ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത് രാവിലെ വള്ളം എടുക്കാനും പോകാനും ഒക്കെ. നിങ്ങൾക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരാളെ നിങ്ങൾക്ക് അപ്പം തന്നെ പരിചയപ്പെടാൻ സാധിക്കും. അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവരുമായിട്ട് ഡിസ്കസ് ചെയ്യാം. എത്ര ദൂരം വള്ളത്തിൽ കൊണ്ടുപോകുന്നു എന്നതിനനുസരിച്ചാണ് കേട്ടോ റേറ്റ് വരുന്നത്. തൊട്ടടുത്തുള്ള അമ്പൽപ്പാടമൊക്കെ കാണാനാണെന്നുണ്ടെങ്കിൽ 100 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. 100 രൂപ കൊടുത്താലും നിങ്ങൾക്ക് നിറയെ ആമ്പലുകൾ കാണാൻ പറ്റും. പക്ഷേ ഒരു 45 മിനിറ്റോ 1 മണിക്കൂറോ ഒക്കെ വള്ളം തുഴഞ്ഞ് അവരുള്ളിലോട്ട് നമ്മളെ കൊണ്ടുപോയി ആമ്പൽപ്പാടങ്ങൾ ശരിക്കും കാണിക്കുവാണെന്നുണ്ടെങ്കിൽ 1000 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. പലർക്കും പല ചാർജായിരിക്കും. ഞങ്ങൾക്ക് ചാർജ് ചെയ്തത് ഇത്രയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ആമ്പലൊക്കെ പറിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഫുഡ് കഴിക്കാൻ കയറി. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. അത്യാവശ്യം നല്ല ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ അത്രയുള്ളായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ. എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.